ഇന്നത്തെ വീഡിയോയില് വാക് സ്ഫുടത ഉണ്ടാവുന്നതിനും ഉച്ചാരണം ക്ലിയർ ആവുന്നതിനും, അതായത് പലർക്കും വിക്ക്, അതല്ലെങ്കിൽ ഓർമ്മശക്തി കുറവ്, ധാരണാശക്തി കുറവ്, കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവ്, പഠിച്ച വിഷയങ്ങളൊക്കെ റിക്കളക്ട് ചെയ്യുന്നതിനുള്ള കഴിവ് കുറവ്, ഇത്തരം സംഗതികളൊക്കെ പ്രത്യേകിച്ച് കുട്ടികളിൽ, ഇനി അതൊന്നും അല്ലെങ്കിലും പരീക്ഷക്കാലായാല് അമ്മമാര് വിളിച്ച് ചോദിക്കാറുണ്ട്, ഓർമ്മശക്തി ഉണ്ടാകുന്നതിനും കൂടുതൽ മാർക്ക് കിട്ടുന്നതിനും വേണ്ടതായ എന്തെങ്കിലും ഔഷധങ്ങൾ നിർദ്ദേശിക്കാവോ ഡോക്ടറെന്ന്. അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഔഷധ യോഗമാണ് ഇന്നിവിടെ പറയുന്നത്. ഇത് ബ്രഹ്മീകൃതം കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ആയുർവേദ ഡോക്ടേഴ്സ് ഒരുപാട് രോഗാവസ്ഥകൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും ഉചിതം ഒരു ആയുർവേദ ഡോക്ടറെ നേരിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇത് തന്നെയാണോ നിങ്ങളുടെ ദേഹപ്രകൃതിക്കും രോഗാവസ്ഥയ്ക്കും അനുയോജ്യമായ ഔഷധമെന്നും ഇതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ഔഷധങ്ങൾ ചേർത്ത് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. എന്നിരുന്നാലും ഈ ഔഷധയോഗം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാം. ഈ ഘൃതയോഗം തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുക്കുക തന്നെയാണ്. ബ്രഹ്മി നീരും നെയ്യും ചേർത്താണ് ഈ ഔഷധം കാച്ചിയെടുക്കേണ്ടത്. അപ്പൊ അതിലേക്ക് കൽക്കൻ തയ്യാറാക്കാനായിട്ട് അരച്ച് ചേർക്കുന്നതിനായിട്ട് കടുക് വേണം, വയമ്പ് വേണം, വെള്ളക്കൊട്ടം വേണം, നറുനീണ്ടിക്കിഴങ്ങ് വേണം, അതുപോലെ തന്നെ ഇന്ദുപ്പ് വേണം. അതിന്റെ കൂടെ തിപ്പലിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ബ്രഹ്മി നീരും നെയ്യും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുന്ന നെയ്യാണ് ഈ ബ്രഹ്മികൃതം. ഈ രീതിയിൽ കാച്ചി അരിച്ചെടുത്ത് സൂക്ഷിക്കുന്ന ബ്രഹ്മികൃതം രാവിലെ വെറും വയറ്റില് വിശപ്പിന് അനുസരിച്ച്, അഗ്നിബലത്തിനനുസരിച്ച് ഒരു 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ രാവിലെ വെറും വയറ്റിൽ പതിവായിട്ട് സേവിക്കാവുന്നതാണ്. ഇത് നിത്യേന ശീലിക്കുകയാണെങ്കിൽ ഈ ധാരണാശക്തി, ഓർമ്മശക്തി, റിക്കളക്ട് ചെയ്യുന്നതിനുള്ള കഴിവ്, വാക് ഉച്ചാരണ ശക്തി, ഇതിനെല്ലാം സഹായകരമായ ഒരു ഔഷധയോഗമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരുപാട് ഔഷധയോഗങ്ങളുടെ കൂടെ ഒരുപാട് രോഗാവസ്ഥകൾ ഉപയോഗിച്ചു വരുന്ന ഒരു യോഗമാണ് എന്നുള്ളത് കൊണ്ട് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.